ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. നമസ്കാരം. ഇന്ന് ഗ്രീൻ പ്ലാന്റ് റിസോർട്ടിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിയാണ് അനിരുദ്ധ്. ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന വിധത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹായ് അനിരുദ്ധ്, ഹൗ ആർ യു? ഫാമിലിയെ പറ്റി ഒന്ന് പറയോ? എവിടെയാണ് സ്ഥലം? ഞങ്ങളുടെ ശരിക്കും സ്ഥലം കാസർഗോഡാണ്. എൻ്റെ ഫാമിലിയിൽ ഞാൻ, അച്ഛൻ, അമ്മ എന്നീ 3 പേരാണ് ഉള്ളത്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഇപ്പോൾ അനിരുദ്ധ് ഇപ്പോൾ SSLC എക്സാം കഴിഞ്ഞു അല്ലേ? SSLC എക്സാം ജസ്റ്റ് മിനിയാന്ന് കഴിഞ്ഞു. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര അല്ലേ, എവിടെയെങ്കിലും റിലാക്സേഷനോട് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് കണ്ണൂർ വരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കണ്ണൂർ മട്ടന്നൂർ ഭാഗത്തൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണൂർ മട്ടന്നൂർ യാത്ര? എങ്ങനെയുണ്ട്? കണ്ണൂര് നല്ല സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ണൂർ മട്ടന്നൂർ ഭാഗത്തേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് മൈൻഡ് മൊത്തത്തിൽ ഫ്രീ ആയി. ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വേറെ എവിടേക്കാണ് യാത്ര ചെയ്യുന്നുണ്ടോ? എവിടെയാണ് ഇനി പോകുന്നത്? ഇനി നേരെ കാസർഗോഡേക്ക് പോകണം. കാസർഗോഡേക്ക് പോകണം അല്ലേ? എന്താ ഹോബി എന്തൊക്കെയാണ് ഇതിന്റെ? ഞാൻ വായിക്കും, സ്പോർട്സ് കാണും, പിന്നെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഡ്രീംസ് എന്താണ്? ഗോൾ എന്താണ് അനിരുദ്ധിന്റെ? എന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആവണമെന്നാണ്. 11th ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ജേർണലിസം പഠിക്കണം അല്ലേ? നമ്മുടെ യൂത്തിന് കൊടുക്കാനുള്ള എന്താണ് മെസ്സേജ്? എന്താണുള്ളത്? ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ നമ്മുടെ താമസിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റ് റിസോർട്ടിലാണല്ലോ, മട്ടന്നൂര്. അപ്പോൾ അവിടെയുള്ള ആംബിയൻസും ആ ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? ഇങ്ങനെയുണ്ടായിരുന്നു? നല്ല റൂംസും നല്ല ആംബിയൻസും ഒക്കെയാണ്. ഫുഡും അടിപൊളിയാണ്. അപ്പോൾ ഇനിയും കണ്ണൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മട്ടന്നൂർ വരികയാണെങ്കിൽ ഇവിടെ ഗ്രീൻ പ്ലാനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, എന്തായാലും അടുത്ത എക്സാമും അങ്ങനെ ഇതുപോലെ ഭംഗിയായി കഴിയട്ടെ. അതിനുശേഷം അടുത്ത റിലാക്സേഷൻ ഉണ്ടെങ്കിലും എന്തായാലും ഇങ്ങോട്ട് വരണം. ഗ്രീൻ പ്ലാനറ്റിൽ റിസോർട്ടിൽ വന്ന് താമസിക്കണം. ഇവിടെ കണ്ണൂർ എയർപോർട്ടിനടുത്ത് വളരെ അടുത്താണ്, ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.